السلام عليكم ورحمة الله. الحمد لله. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون إن هذه أمتكم أمة واحدة وأنا ربكم فاعبدون. ആദരണീയരായ അധ്യാപകരെ, നീതിമാന്മാരായ വിധികർത്താക്കളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നമ്മിൽ സദാ വർഷിക്കുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗപ്രാപ്തിയായിരിക്കണം. ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും നൊമ്പരങ്ങളും രോഗങ്ങളും അസ്വസ്ഥതകളും അല്ലലും അല്ലട്ടലും ഇല്ലാത്ത നിത്യസൗഖ്യവും ശാന്തിയും ലഭിക്കുന്ന പറുദീസ. സ്വർഗപ്രവേശനത്തിനായി ആത്യന്തികമായ ഉള്ളറിഞ്ഞ ഇൽമ അനിവാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ വിശുദ്ധമായ ത്വയ്യിബായ കെലിമത്തായിക്കൊണ്ട് തൗഹീദിനെ പരിചയപ്പെടുത്തുന്നത് ഒരു മരത്തോടാണ്. അത് മനുഷ്യ ഹൃദയങ്ങളിൽ ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. സ്വർഗപ്രവേശനത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രഥമ നിബന്ധന എന്ന് പറയുന്നത് തൗഹീദ് ഉൾക്കൊള്ളുക എന്നതാണ്. അഥവാ അള്ളാഹുവിന്റെ ഏകത്വം സംസാരത്തിലും ഹൃദയത്തിലും നിറഞ്ഞിരിക്കണം. തൗഹീദിന്റെ പ്രസരണത്തിലും പ്രകാശത്തിലുമാണ് അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന ആരാധനകളുടെ സ്വീകാര്യത. തൗഹീദിൽ കേന്ദ്രീകരിക്കപ്പെടാത്ത ഏതൊരു ആരാധനയും തിരസ്കരിക്കപ്പെടുകയും നിഷ്ഫലമാവുകയും നരകത്തിന്റെ ഇന്ധനമായി തീരുകയും ചെയ്യുമെന്ന് സൂറ ഗാഫിറിലെ 60-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിക്കുന്നു. وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ വഴിയെ നിന്ദരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുക തന്നെ തീർച്ച. പ്രപഞ്ചത്തിലെ സർവ്വചരാചരവും സചേതനവും അചേതനവും എല്ലാം തന്നെ സദാസമയവും അള്ളാഹുവിലേക്ക് പ്രണാമം അർപ്പിക്കുന്നു. എന്നാൽ മനുഷ്യരിൽ ചിലർ ഈ സത്യസാക്ഷ്യത്തിൽ നിന്നും പിറകോട്ട് വരുന്നു. അത്തരത്തിലുള്ളവരെ നേർപഥത്തിലേക്ക് ചലിപ്പിക്കുക എന്നതാണ് പ്രവാചകന്മാരുടെ മുഖ്യ ദൗത്യം. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംവിധാനിച്ച് സംഹരിച്ച് ജീവൻ നൽകിയും ജീവൻ എടുത്തും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതും ആരെന്ന ചോദ്യത്തിന് ചരിത്രത്തിന്റെ 1-ാം നാൾ മുതൽ ഇന്നാൾ വരെ ഐക്യകണ്ഠ്യേന ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് അള്ളാഹു എന്നാകുന്നു. ഇത് വിശ്വസിക്കുന്നതിനോട് മാത്രം ഒരാളുടെ തൗഹീദ് പൂർണ്ണമാകുന്നില്ല. ഇതെല്ലാം ചെയ്ത അള്ളാഹു തന്നെയാണ് ആരാധനയ്ക്കും അർഹൻ. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ വചനം ജീവിതത്തിൽ പുലർത്തിയാലേ ഒരാളുടെ തൗഹീദ് പൂർണ്ണമാകൂ എന്ന് പഠിപ്പിക്കലാണ് ഒരു വിശ്വാസിയുടെ മുഖ്യ ദൗത്യം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ 99 നാമങ്ങളിലും അസ്മാഉൽ ഹുസ്ന അള്ളാഹു അല്ലാത്തവരിലേക്കോ ചാർത്തി കൊടുക്കരുതെന്നതും മൗലിക പ്രധാനമായ കാര്യമാണ്. ഇന്ന ഹാദിഹി ഉമ്മതുകും ഉമ്മതൻ വാഹിദ വഅന റബ്ബുകും ഫഅ്ബുദൂൻ. ഹേ മനുഷ്യരെ, ഇതാണ് നിങ്ങളുടെ മതം, ഏകമതം. ഞാൻ നിങ്ങളുടെ ആരാധ്യനും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ. ഉള്ളിലുറച്ച അടിവേരുകളുള്ള തൗഹീദിന്റെ പ്രകടനമാണ് ഒരുവന്റെ നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം. സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാണ്, അത് തൗഹീദിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് മാത്രം. അള്ളാഹു ആ ദഅവ പ്രവർത്തനം ഉൾപ്പെട്ടുകൊണ്ട് സ്വർഗം ലഭിക്കുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.